1993 കേരള പോലീസിന്റെ ഭാഗമാവുകയും അതിൽ നിന്ന് തുടർന്നുള്ള വർഷങ്ങളിലുള്ള 10,000-കണക്കിന് പോലീസുകാർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്ത കണ്ണൂർ ജില്ലയിലെ തന്നെ കാവുമ്പൈ സ്വദേശിയായ ശ്രീ രാധാകൃഷ്ണൻ സാറാണ് നമുക്കിന്നിവിടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത്. എൻ്റെ പോലീസ് പരിശീലകൻ കൂടിയാണ്, നേരെ അഭിമാനത്തോടെ പറയാം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പോലും മികച്ച സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടിയിട്ടുള്ള, മികച്ച ഇൻസ്പെക്ടർക്കുള്ള അംഗീകാരം നിരവധി തവണ നേടിയിട്ടുള്ള, പോലീസിന്റെ മാനസിക മുഖം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം കേരള സർക്കാർ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത് മാങ്ങാട്ടുപറമ്പിൽ തുടങ്ങിയ ഒരു മോഡലിൽ നിന്നായിരുന്നു. അത്തരത്തിൽ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളും പോലീസിന്റെ ഭാഗമാണ് എന്നുള്ള ഏറ്റവും ഉദാത്തമായ മാതൃകയ്ക്ക് രൂപം കൊടുത്ത വ്യക്തിയൊക്കെയായ വിശേഷണങ്ങൾക്കപ്പുറം നിൽക്കുന്ന രാധാകൃഷ്ണൻ സാർ ഇന്നിവിടെ ഞങ്ങളുടെ ഒരു വലിയൊരു ബഹുമതിയായി കരുതുകയാണ്. അതിൻ്റെ കൂടെ ബറ്റാലിയനിൽ നിന്നുള്ള ട്രെയിനിങ് ഇൻസ്പെക്ടർമാരായ ഹവിൽദാർമാർ കൂടി ഉണ്ടാക്കുന്നത് അനൂപും ജയേന്ദ്രൻ, നിങ്ങളെല്ലാവരെയും കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയ്ക്ക് വേണ്ടി ഈ പിണറായി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ കൈകാര്യം വേണ്ടി രാധാകൃഷ്ണൻ സാറിയെ ടീമിനെ ക്ഷണിക്കുകയാണ്. നമ്മൾ രാവിലെ ഓടും ചാടയും എക്സസൈസ് ചെയ്യും ഒക്കെ ചെയ്യുന്നതിൻ്റെ പി ടിയുടെ ഭാഗം. പി ടി കൊണ്ട് അതിൻ്റെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവില്ല. അപ്പൊ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനസ്സുണ്ടോ എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യവും നടക്കുള്ളൂ. ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്കലി ഫിറ്റാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു മാനസികമായി ഒക്കെ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടായിരിക്കണം. അതിപ്പോ നോക്കൂ, അവർ ഇടിച്ചിടിച്ചാ നിൽക്കുന്നു, ഇടിച്ചിടിച്ചാ നിൽക്കും. അപ്പൊ ഒന്ന് കയ്യിലെടുത്ത് ഇങ്ങനെ ആക്കുന്നവർ അപ്പുറം ഇപ്പുറം മുട്ടും, ഇല്ലേ? മുട്ടും. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് ക്ലാസ് റെഡി ഗോ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ പോയിട്ട് എവിടെ തൊണ്ടത് ടെസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ ഇത് കണ്ട അതിന്റെ ആടി ഇങ്ങനെ തൊട്ടിട്ട് തിരിച്ചു കയറണം. പറ്റുമൊന്നൂടെ? റെഡി ഗോ. ക്ലാസ്സിൽ അപ്പൊ നമ്മൾ വിളിക്കുന്നത് തന്നെ അവരെ ക്ലാസ്സിൽ 3 ടീംസ് അല്ലെങ്കിൽ 4 ടീംസ് ഫോളൻ എന്നാ വിളിക്കുക. ക്ലാസ് പി ടിക്ക് ക്ലാസ് എന്നാ പറയാം. പി ടിക്ക് ക്ലാസ്സിലേക്ക് ഫോം ചെയ്തിട്ട് കഴിയുക. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് ഞാൻ ക്ലാസ്സിൽ 3 ടീംസ് ഫോളൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നിൽ 3 ആൾ വന്ന് നിൽക്കുക, ബാക്കി എല്ലാവരും അതിന്റെ പുറകിലോട്ട് നിൽക്കുക. അവരെ കവർ ചെയ്ത് നിന്നാൽ ക്ലാസ്സിൽ 3 ടീംസ് ഫോളൻ. 3 ആൾ മുന്നിൽ വെക്കും, അവരെ കവർ ചെയ്ത് പുറകിൽ വെക്കും. ഇത് ഫോം ചെയ്തെടുത്താൽ ഇവിടെ നമുക്ക് ഇവരെ പി ടി ചെയ്യിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പി ടിയും പരേഡ് എടുക്കാനും വേണ്ടിയുള്ള സ്ഥലം എത്ര നിങ്ങൾ പറയും, ഈ ഗ്രൗണ്ട് പോരപ്പാ, ഇത്ര ഇതിലൊന്നും പരേഡ് എടുക്കാൻ കഴിയാതെ ഒരു ഇടാനുള്ള സ്ഥലമേ വേണ്ടു എന്നാണ് പറയുന്നത്. ഒരു നമ്മൾ കിടക്കുന്ന 6 സ്ഥലമേ അത്ര സ്ഥലം വേണ്ടെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങും നമുക്ക് അവിടെ കൊടുക്കാം. ഇൻസ്പെക്ടർക്ക് ധാരണ ഉണ്ടാകണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് നെക്സ്റ്റ് ജമ്പ് 1 2 1 2 ഫാസ്റ്റ് ഫാസ്റ്റ് 1 2 വെരി ഗുഡ്. നെക്സ്റ്റ് ജമ്പ് ബിഗിൻ 1 2 1 2 ക്ലാസ് റൈറ്റ് 1 2 1 2 ക്ലാസ് ഫാസ്റ്റ് 1 2. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കയറി പറഞ്ഞു തീർത്തായിരുന്നു. റെഡി എന്ന് പറഞ്ഞാൽ കാല് ഫീറ്റ് ഫുൾ ക്ലോസ്. അറ്റൻഷൻ ഇങ്ങനെ നമ്മൾ ആംഗിൾ 30 ഡിഗ്രി തുറന്നിട്ട് എന്ന് പറയുമല്ലോ, അല്ലേ? ഫീറ്റ് ഫുൾ ക്ലോസ്. ഫീറ്റിൽ കൈ ചേർത്ത് വെക്കും. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി 12 ഇഞ്ചിലേക്ക് ചാടി വരും കേട്ടോ. അങ്ങനെ വരും. ക്ലാസ് റെസ്റ്റ്. അതായത് ചാടുന്നതും നമ്മൾ അറ്റൻഷൻ നിന്നിട്ട് ഇടുന്ന ഇങ്ങനെ ചവിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് പരേഡ് ചെയ്യാം. പി ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പി ടിൻ്റെ അകത്ത് നമ്മൾ 1 മിനിറ്റ് പോലും നിൽക്കൂല, 1 മിനിറ്റ് പോലും നിൽക്കൂല, 1 മിനിറ്റ് പോലും നടക്കുകയില്ല. പിന്നെന്ത് ചെയ്യുക? ഡബിൾ ഓടുക, ചാടുക, ഇരിക്കുക, എഴുന്നേക്കുക, മടങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പി ടിയിൽ നടത്തമില്ല, വെറുതെ നിൽക്കുകയില്ല. ഇങ്ങനെയെന്ന് പറയാം. ജസ്റ്റ് വേരിയേഷൻ നമ്പർ 1. ഫസ്റ്റ് എക്സസൈസ് പൊസിഷൻ റെഡി. നമുക്ക് കുട്ടികൾ ചാടിയുണ്ടോ? നല്ല ഗംഭീരമായിട്ട് കാലിൽ 18 ഇഞ്ച് തുറന്നു വെച്ചിട്ടുണ്ട്. കൈയൊക്കെ സൈഡിലുണ്ട്, കൃത്യമായിട്ട് നേരെ നിന്നു. ആ പൊസിഷൻ നേരെ നിന്നോ. ഓക്കെ, എക്സസൈസ് ടൈം വിത്ത് ഫ്രണ്ട്. മുന്നിലുള്ള ആളെ ടൈം നോക്കിക്കൊണ്ട് ചെയ്യാം. അതാണല്ലോ എക്സസൈസ്. ക്ലാസ് ബിഗിൻ. സൈഡ് വേസ്, ഡൗൺ ഫോർവേഡ്, സൈഡ് സർക്കിൾ ക്ലോസ്, then midway. Side ways, forward, side circle close, and midway. Halt, കൈ തന്നിക്കോ. നമുക്ക് ഇപ്പൊ കൈയിന്റെ ആംസ് ആൻഡ് ഷോൾഡർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അല്ലേ? ആംസ് ആൻഡ് ഷോൾഡർ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്തൊന്നും ഇത്ര വലിയ കാര്യമുണ്ടെന്ന്. കുട്ടികളെ സമയത്തോളം ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക്
ഒന്ന് രാവിലെയോ വൈകുന്നേരമോ ജസ്റ്റ് ഈ കൈ ഇതുപോലെ നടക്കാൻ പറ്റും എത്ര പേരുണ്ടെന്ന് നോക്കണം. ഒന്ന് നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ കൈ പോകുന്നത് ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾ കുറച്ച് വാമായിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങൾ ബോഡി കുറച്ച് വാമായിട്ടുണ്ട്. ഞാൻ രാവിലെയോ വൈകുന്നേരമോ ഒന്ന് എടുത്ത് പറഞ്ഞതാണ്. വലിയ ബുദ്ധിമുട്ടാ. എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു തന്നെ പറയും. ക്ലാസ് എക്സ്ട്രാ ജമ്പ് ബിഗിൻ. 1 2 1 2 ക്ലാസ് ഹാൾട്ട്. Variation number 1 first exercise. TST variation number 1 first exercise. Position ready. Exercise. Class begin. Sideways, down, forward, sides close, midway, down, sideways, forward. Next exercise. Time with leader. Change. Up, up, left. 2 3 4 1 2 3 4 right. 2 3 4 1 2 3 4 left. 2 3 4 right. Next exercise. Time with the leader. Change. Up, out, out in mid. Up, out, in, bend. Out, in, bend. Out, in. Next exercise. Time with the leader. Change. Up. Roll, 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 roll. Next exercise. Time with leader. Change. ഒരു ലീഡർ ഉണ്ടാവും മുന്നിൽ, അവിടെ ടൈം വിത്ത് ലീഡർ എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്താൽ വരും. അപ്പ്, ആദ്യം ബാക്ക്. എക്സസൈസ് അപ്പ്, ബെൻഡ്, അപ്പ്, സൈഡ്, ബാക്ക്, bend, side, back, bend, side. Next exercise. Time with leader. Change. അടുത്തത് 1 2 3 up. Okay. Up, 1 2 3 up, 1 2. Class halt. Class thrust. Breathing motion. Ready? Long breath. ഇത്രയായിരുന്നു ഒരു എക്സസൈസിൻ്റെ TST അകത്തുണ്ടായിരുന്ന എക്സസൈസുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ചെയ്ത എല്ലാവരും നോക്കൂ. ആദ്യം തന്നെ ആംസ് ആൻഡ് ഷോൾഡർ, പിന്നെ ട്രങ്ക്, അതുകൊണ്ടില്ലേ ട്രങ്ക് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ വെച്ച്. അത്രയൊക്കെ സാധാരണ ഇതിൽ വരുന്നവരാൾക്ക് നടുവേനയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ലെഫ്റ്റിലേക്ക് കംപ്ലീറ്റ് ലെഫ്റ്റിലേക്ക് ഒടിഞ്ഞ് വന്ന് നേരെ ഫ്രണ്ടിലേക്ക് വെൻ്റ് ചെയ്ത് സൈഡിലേക്ക് വെൻ്റ് ചെയ്ത് ഇങ്ങനെ ഈ അരി അരക്കുന്നത് പോലെ ഇങ്ങനെ വരിക. അടുത്തത് കാലിനുള്ളതായിരുന്നു. ചാടി അവിടെ ഇരുന്ന് മുട്ടും കാലും ഒക്കെ മടങ്ങി നേരെ നിവർന്നാടി ഇരിക്കും. പിന്നെ ചാടി ഔട്ടിലേക്ക് വരാം. വീണ്ടും അടുത്തത് കൈയിൻ്റെ ഷോൾഡറിൽ റൊട്ടേഷനാണ്. അടുത്തത് വീണ്ടും ഒരു ബെൻഡ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലേക്കും. ആദ്യം ഹീലിൻ്റെ പിറകിൽ തൊടുന്നു, സൈഡിൽ പിന്നെ ബെൻഡ് ചെയ്യുന്നു, പിന്നീട് കാലിൻ്റെ മുന്നിൽ സൈഡിലായിട്ട് അവിടെ തൊടുന്നു. ഈ രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്ത് പോകും. പിന്നെ ഉയർന്ന് ചാടിക്കൊണ്ട് ചാടി കാല് ഫസ്റ്റ് അടിക്കുന്ന രീതിയിൽ ഉയർന്ന് ചാടുക. ക്ലാസ് inward turn, cock weight exercise. Position ready. Exercise class big 1 halt, class thrust, class ready, class double mark time. Let's call halt, class thrust. കാലിൻ്റെ മുട്ടിനും ഒക്കെയുള്ള സ്ട്രെങ്തനിങ് ആണ്. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓടാനും ചാടാനും ഒക്കെ നല്ലതാണ്. ഈ സ്പ്രിന്റ് ചെയ്യുന്നതിനൊക്കെ കാലിനൊക്കെ നല്ല ഗുണമുണ്ടാവും. കൂടുതൽ ലോങ് ഓടിയതുകൊണ്ട് ഈ ലോങ് ഓടാൻ പറ്റുമായിരിക്കാം, അതുകൊണ്ട് കാലിനുള്ള വേണ്ടത്ര ബലം കിട്ടില്ല. കാലിന് ബലം കിട്ടുന്ന എക്സസൈസുകൾ ഇതൊക്കെ തന്നെയാണ്. ഈ കോക്കറ്റ് ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ കുറേ പരിപാടികൾ തുടങ്ങുന്നതാണ്. TST വേരിയേഷൻ നമ്പർ 1. നമ്പർ 1 ഫ്രീ സ്റ്റാൻഡിംഗ് ആണ്. ഫ്രീ സ്റ്റാൻഡിങ്ങിലുള്ള ഏറ്റവും ചെയ്യുന്നത്. TST വേരിയേഷൻ നമ്പർ 1 ഫസ്റ്റ് എക്സസൈസ് പൊസിഷൻ റെഡി എന്നാണ് പറയാം. അറ്റൻഷൻ അല്ല. ആ എക്സസൈസ് ചെയ്യാവുന്ന പൊസിഷൻ റെഡി. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡർ ലെവലിൽ കാല് രണ്ടും നേരെ വെച്ച്, കാലിങ്ങനെ സൈഡിലേക്കല്ല ഇങ്ങനെ വെക്കുക, നേരെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നേരെ ടോ മുന്നോട്ടായിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അതൊരു 15 ഇഞ്ച് ഉണ്ടാവും. ആ രീതിയിൽ നിൽക്കുക. അപ്പോൾ നമ്മളൊന്ന് തള്ളിയാൽ അങ്ങനെ പെട്ടെന്ന് വീണൊന്നും പോകില്ല. ആ പൊസിഷനാണ് നിൽക്കുക. കൈ സൈഡിൽ അവിടെ നിന്നാണ് ഈ കൈയിൻ്റെ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത്. മുന്നോട്ടും നേരെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. നേരെ പിന്നെ ഇത് ചേർത്ത്
ശരീരത്തെ ചേർത്ത് അങ്ങോട്ട് തിരിച്ചു പോക്കുകയും ഒക്കെ ചെയ്യുന്ന എക്സസൈസ്. റെസ്റ്റ് നിർത്തിക്കൊണ്ട് നമ്മൾ കമാൻഡ് കൊടുക്കുക. റെസ്റ്റ് കമാൻഡ് കൊടുക്കും. EST വേരിയേഷൻ നമ്പർ 1 ഫസ്റ്റ് എക്സസൈസ് ക്ലാസ് പൊസിഷൻ എന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചാടി പിന്നെ ഫസ്റ്റ് എക്സസൈസിന്റെ പൊസിഷനിലേക്ക് വരും. ഫസ്റ്റ് എക്സസൈസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് കാല് 18 ഇഞ്ച് കാല് തുറന്നിടണം. കാല് വെക്കുന്ന സമയത്ത് കാലുകൾ രണ്ടും നേരെ മുന്നിലോട്ടാണ് ഉണ്ടായിരിക്കണം കേട്ടോ. നേരെ മുന്നിലേക്ക്, സൈഡിലേക്കല്ല കേട്ടോ, നേരെ മുന്നിലേക്കാണ് വെച്ച് നിൽക്കേണ്ടത്. 18 ഇഞ്ച് കാല് തുറന്നു കഴിഞ്ഞാൽ കൈ രണ്ടും സൈഡിൽ ചേർത്ത് വെച്ചിട്ടുണ്ടാവും, താഴേക്ക് വലിച്ചു പിടിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സസൈസ് ക്ലാസ് ബിഗിൻ കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സൈഡ് വേസ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എക്സസൈസ് ക്ലാസ് ബിഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ്. കൈ ഇങ്ങനെ അറ്റാച്ച്മെന്റ് വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചെങ്കിലും സൈഡ് വേസ് ഇരുന്നോട് കൈ തുറന്നിട്ടാണുള്ളത്, ശ്രദ്ധിക്കണം കേട്ടാ. അപ്പൊ അതിൽ ആ കൈയിന്റെ ബ്ലഡ് സർക്കുലേഷൻ വിരലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് അത് വിട്ടു പോകും. നമ്പർ 1 ഫസ്റ്റ് എക്സസൈസ് ക്ലാസ് പൊസിഷൻ. പൊസിഷൻ പറയുമ്പോൾ പറഞ്ഞ പോലെ കാല് ടോറൻ നേരെ നിൽക്കണം. 18 ഇഞ്ച് കാല് ഇഞ്ചുകൾ തമ്മിലുള്ള അകലം 18 ഇഞ്ച് വേണം. കൈകൊണ്ട് താഴേക്ക് വലിച്ചു പിടിക്കണം. അടുത്ത എക്സസൈസ് ക്ലാസ് ബിഗിൻ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. സൈഡിലേക്ക് സൈഡ് വേസ് കമാൻഡ് പറയാം. സൈഡ് വേസ് ഫോർവേഡ്, സൈഡ് വേസ് ക്ലോസ്, സൈഡ് വേസ് സ്റ്റാർട്ട് ചെയ്യാം. കൈ രണ്ടും സൈഡിലേക്ക് തുറന്നു പിടിക്കുക. കൈ രണ്ടും വിരലുകൾ സൈഡ് വേസ് ചെസ്റ്റ് ലെവലിൽ കൈ നേരം മുന്നിലേക്ക് നീട്ടി പിടിക്കും. ഡൗൺ ഫോർവേഡ്. ഓക്കെ, ഇനി അവിടുന്ന് സൈഡ് സർക്കിൾ ക്രോസ് അല്ലെ, സൈഡ് സർക്കിൾ ക്രോസ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കൈ പുറകിലേക്ക് കൊണ്ടുവരിക. മുകളിലൂടെ എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഈ നെറ്റ് ലെവലിലൂടെ കൈ ക്രോസ് ചെയ്ത് ഇവിടെ ഈ ഭാഗത്തായി ഓക്കെ ഫ്രീ ആയിട്ട് സൈഡ് സർക്കിൾ ക്രോസ്. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇത് ഫ്രീ ആയിട്ട്. പിന്നെ അവിടുന്ന് മിഡ് വേ. മിഡ് വേ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ കൈ വെച്ചിട്ടുണ്ട്. ഇതേ ലെവലിൽ നേരെ നെറ്റ് ലെവലിൽ കൊണ്ടുവന്നിട്ട് നേരെ മുകളിലേക്ക് ഓപ്പൺ. ഇവിടുന്ന് ഇങ്ങനെ വെക്കുകയല്ല, ഇതേപോലെ തന്നെ മിഡ് വേ പാട്ടിക്കൊണ്ട നേരെ കൈ വെള്ളം മുന്നിലേക്ക് കൈ വെള്ളം മുന്നിലേക്ക് പോയി. അവിടുന്ന് അടുത്തത് ചേഞ്ച് ആണ് അല്ലെ. ഇത് നമ്മൾ ഫസ്റ്റ് എക്സസൈസ് ആയി. ഇത് കണ്ടിന്യൂസ് TST വരുന്ന സമയത്ത് ചേഞ്ച് ആണ്. ചേഞ്ച് ചെയ്യുന്ന നമ്മൾ ജസ്റ്റ് അപ്പ് കൊടുത്താൽ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നോക്കുക, ഇനി അവിടുന്ന് കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്തോളാം. ഓക്കെ, മൂന്നാലും ചെയ്യൂലേ. ഇപ്പൊ സൈഡ് വേസ്, ഡൗൺ ഫോർവേഡ്, നെക്സ്റ്റ് എക്സസൈസ് ടൈം സെന്റർ ചേഞ്ച്. ഓക്കെ, കൈ നിവർത്തി വിട്ടു. കൈ നിവർത്തി ഒരാള് അപ്പ് കൊടുക്കും. അപ്പ് കൊടുക്കുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഏത് സമയത്ത് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ടൈമിൽ ചെയ്യാൻ വേണ്ടി അത് പിറകിലുള്ള സാധനം കൊടുക്കേണ്ടത്. കാരണം പിറകിലുള്ള കൊടുത്താലേ അപ്പെന്നുള്ള സൗണ്ട് മുന്നോട്ടേക്ക് കിട്ടും. നിങ്ങൾ മുന്നും ഒരാളാണ് അപ്പ് കൊടുത്താൽ പിറകിലുള്ള കേൾക്കൂല ശരി. അപ്പൊ അങ്ങ് തന്ന സൗണ്ട് അപ്പ് കൊടുക്കുമ്പോൾ ചാടി ഇവർ അടുത്ത PT-യുടെ പൊസിഷൻ വരും. അടുത്ത PT-യുടെ പൊസിഷൻ എന്താണ്? 24 ഇഞ്ച് കാലം തുറന്നു വരും അല്ലെ. അതോടൊപ്പം കൈ ഹിപ്പിലേക്ക് വരും. അപ്പൊ ഇവിടുന്ന് ചാടി 24 കൈ ഹിപ്പിൽ വരും. ലാസ്റ്റ് അടുത്ത അപ്പ് കൊടുക്കുന്ന എക്സസൈസ് സ്റ്റാർട്ടായി. 2 3 4 ഞാൻ കൗണ്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ ടൈമിൽ സ്പീഡ് ചെയ്യണ്ട. 1 2 3 4 അതായത് 1-ന് ലെഫ്റ്റ്, 2-ന് നേരെ താഴോട്ട്, 8 റൈറ്റ്, 4 നേരെ കേട്ടോ. ഒന്നുകൂടി ലെഫ്റ്റ് 1 2 3 4 1 2 3 4 റൈറ്റ് 2 3 4. ശ്രദ്ധിക്ക്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ നാക്കി എടുക്കുന്നതല്ല. അങ്ങനെയല്ല. ലെഫ്റ്റ് ബൈ നമ്പർ 1 നോക്കണ്ട. ഇത്രയും ഭാഗം വലിച്ചു വരുവായിരുന്നു. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓടിച്ചേക്കാം. തല നോട്ടം ബൈ നമ്പർ 2 ശരിക്കും ബോഡി ബെൻഡായി താഴോട്ട് ഇങ്ങനെ കാലിന്റെ ഇടയിൽ കൂടെ പുറകോട്ടേക്ക് നോക്കിയേക്കാണ്. ബൈ നമ്പർ 3 നേരെ സൈഡിലേക്ക്. അപ്പൊ അങ്ങോട്ട് ചേരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. ബൈ നമ്പർ 4 1 2 3 4. All right. Next exercise. Time and stand up.
ചേഞ്ച്. പലതും വശത്തേക്ക് പോകുമ്പോഴാണ് നെക്സ്റ്റ് എക്സസൈസ് ടൈം സെന്റർ അല്ലെങ്കിൽ ടൈം 3 ചേഞ്ച് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ആദ്യം ആരംഭിക്കുന്ന ഇടത് വശത്തേക്കാണ്. 2 തവണ ഇടത് വശത്തേക്ക് ചെയ്തു. ആ എക്സസൈസ് പൂർത്തിയാകുന്നത് 2 തവണ വലത്തെ വശത്തേക്കും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വലത് വശത്തേക്ക് തുടങ്ങുമ്പോൾ ചേഞ്ച് കൊടുക്കണം. അടുത്ത അപ്പിന് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യും. മൂന്നാമത്തെ എക്സസൈസിന്റെ പൊസിഷനിലേക്ക് വരും. ഫീറ്റ് ക്രോസ് ആണ്. മൂന്നാമത്തെ എക്സസൈസ് ഫീറ്റ് ക്രോസ് ചെയ്ത് കൈ രണ്ടും ശരീരത്തോട് ചേർത്ത് ഒരു അപ്പ് കൊടുക്കും. ചാടി വരിക. കാലുകൾ ചേർത്ത് വെക്കുന്ന സമയത്ത് കൈകാര്യം താഴോട്ടേക്ക് വിളിച്ചെടുക്കുക. ഔട്ടിൻ ബെൻഡ് അല്ലേ മൂന്നാമത്തെ. അടുത്ത അപ്പിന് എല്ലാവരും ഔട്ടിൻ ബെൻഡ് എക്സസൈസ് ചെയ്യും. അപ്പ് ഔട്ട് ഇൻ ബെൻഡ് ഔട്ട് ഇൻ ബെൻഡ്. ഞാനിവിടെ നിൽക്കുമ്പം എൻ്റെ ഈ സൈഡ് നടക്കുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്താ പറയുക, നമുക്ക് ഇവരെല്ലാം കാണണം. അടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ നമുക്ക് തെറ്റ് ചെയ്താലും കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് തിരുത്താൻ വേണ്ടി പറ്റുള്ളൂ. നല്ല രസമായ നമുക്ക് അങ്ങനെ തെറ്റ് തിരുത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം അത് തിരുത്തണം. അന്നേരം തിരുത്തിയില്ലെങ്കിൽ തെറ്റായിട്ട് ആളെ പഠിച്ചാൽ പിന്നെ തിരുത്താൻ ബുദ്ധിമുട്ടാന്ന് മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഈ മോള് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാലിന് ഉളുക്ക് വരാനും ചാൻസ് ഉണ്ട്. നടക്കും ഓടുമ്പോഴൊന്ന് കാലിങ്ങനെ ഒന്ന് വലിച്ചോടാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞു പ്രോപ്പറായിട്ട് ചെയ്യണം. ടോയിൽ തന്നെ വരുന്നത് കേട്ടോ. ടോയിൽ അങ്ങനെ വരുന്നത് സ്പ്രിങ് ആക്ഷൻ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് അടിക്കല. ആ ബാക്കി കൊണ്ടല്ല ടോയിലാണ്. സമയത്താണെങ്കിൽ ടവലാണ് ഇട്ടത്. ടവലിങ്ങനെ അപ്പർ ബോഡി ആയിട്ട് ഇതുപോലെ ഉണ്ടാവും. ഈ സമയത്ത് ചെസ്റ്റപ്പായി നിവർത്തിരുന്നു. ഈ കൈ എന്നിട്ട് കൈ പുറകിൽ ഇതേപോലെ ഇങ്ങനെ പുറകിൽ നമ്മുടെ ഈ സ്റ്റിച്ചിന് നേരെ ഇങ്ങനെ ഇത് ആദ്യം നമ്മൾ ടോക്ക് കാലിൽ ടോക്ക് ലേശം പെയിലേക്ക് കിട്ടാം. അതൊക്കെ ശരിയായിക്കോളും. ഈ സമയത്ത് നമ്മുടെ ബാലൻസ് ചെയ്യാനുള്ളത് നമ്മളൊരു കാര്യത്തേക്ക് നിൽക്കാനും നമ്മളിങ്ങനെ നമ്മുടെ ബോഡി റെഡി ചെയ്യും. ചാടി വരികയാണ്. ഔട്ട് Up, out, out, in, and out, in, out, and change. ചാടി കാര്യം നമ്മൾ ഈ സെക്കൻഡ് ജോയിന്റ് ഇങ്ങനെ മടക്കി പറയുന്നത്. എന്നിട്ട് ഈ കൈയിലെ മുട്ട് നമ്മൾ ഷോൾഡർ ബ്ലേഡ് ഇങ്ങനെ കറങ്ങുകയാണ് വേണ്ടത്. അത് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി കൈയിന്റെ മുട്ട് കൊണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിൾ ശരിയാകുന്നുണ്ടോ നോക്കിയത്. അപ്പം ഷോൾഡർ ബ്ലേഡ് വരച്ചിട്ട് ഇങ്ങനെ മുട്ടുന്നുണ്ടാവും. Roll, roll, roll. Next exercise. Balance and change. നാലാമത്തെ എക്സസൈസ് റോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ലെവലിലെ കൈ പിടിക്കുക. ഇതുപോലെയാണ് പിടിക്കുക. ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ കൈ റോൾ ചെയ്യുന്ന സമയത്ത് പുറകിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. ഇവിടെ തന്നെ പിടിക്കുക. റോൾ ചെയ്യുക. ഷോൾഡർ ബ്ലേഡ്, അതായത് പുറകിൽ നമ്മൾ ഈ 2 ഷോൾഡർ ബ്ലേഡ് അങ്ങോട്ട് വരയുന്ന വിധത്തിൽ ആ ഗ്യാപ്പ് ഒഴിവാക്കുന്ന വിധത്തിൽ റോൾ ചെയ്യുക. അടുത്ത ചേഞ്ച് കിട്ടി അല്ല, ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അപ്പിന് എന്ത് ചെയ്യാം, നേരെ ചാടി ഈ പൊസിഷനിൽ കാലിന്റെ കീഴിലെ പുറകിൽ side up. അതായത് നമ്മൾ നാലാമത്തെ എക്സസൈസ് കൈകൾക്ക് പിന്നെ ഷോൾഡർ ആംസ് ആൻഡ് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ ചെയ്യുന്നത്. ഇവിടുന്ന് അഞ്ചാമത്തെ എക്സസൈസിന്റെ പൊസിഷനിലേക്ക് വരുന്നത് ഒരു അപ്പ്, ഒരു ജസ്റ്റ് പറയുന്ന ഒരു അപ്പ് കൊടുക്കുക. അവിടെ നേരെ ചാടിക്കൊണ്ട് ഫീറ്റ് ക്ലോസ് ചെയ്യുക. കൈ ഈ ലെവലിൽ തന്നെ മുന്നിലേക്ക് ഇട്ട് കട്ട് ചെയ്ത് നിൽക്കുക. ഇവിടെ നിന്നാണ് ബാക്കപ്പ് ബെൻഡ് സൈഡ് അപ്പ് ചെയ്യുന്നത്. ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ വലതുവശം കൊണ്ട് ബാക്കിൽ തൊടുക. ബെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ എക്സസൈസിന് പറഞ്ഞ ബെൻഡ് പൊസിഷൻ കട്ട് ചെയ്ത് ബെൻഡ് പൊസിഷനിലേക്ക് ബാക്ക് ബെൻഡ് സൈഡ് അപ്പ്. ഓക്കെ,
സൈഡ് ബാക്കപ്പ് ബെൻഡ് സൈഡ്. നമുക്ക് അവിടെ ബാക്കപ്പ് എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് ബാക്കപ്പ് അതിൽ ബെഞ്ച് നല്ല ആക്കി ഇരുന്ന് വരുന്നില്ല, ഓരോന്നും തൊട്ടിട്ട് വരുന്നുണ്ട്. ആടെ ഒന്ന് എക്സസൈസ് ക്ലിയർ ആണ്. ബാക്കപ്പ് ബെൻഡ് മൈൻഡ് സെറ്റ് റെഡി ആവുമ്പോൾ side up, exercise, and stand up, 8, ഇനി അവിടുത്തെ ആറാമത്തെ എക്സസൈസ് ഇതേപോലെ തന്നെ ഫീറ്റ് ക്ലോസ് തന്നെ ഉണ്ടാവുക. നമ്മൾ പറഞ്ഞത് ഒന്നാമത്തത് രണ്ടാമത്തത് 24 മൂന്നാമത്തത് ഫീറ്റ് ക്ലോസ് ആയിരിക്കണം. അപ്പ് കൊടുത്ത് അടുത്ത എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. 1 2 3 അപ്പ് 1 2 1 2 3 അവിടെ 1 2 3 ചാടുന്ന സമയത്ത് കൈ ലെവലിൽ 1 2 3 1 2 3 1 2 ശ്രദ്ധിക്കണ്ട, ഇവര് കുട്ടികളെ ചെയ്യുന്ന തെറ്റുണ്ടാകുന്ന എല്ലാവരും കാല് പുറകോട്ടാണ് ചാടുക. ഇങ്ങനെ പുറകോട്ടേക്കാണ്, കാല് പുറകോട്ടല്ല, കാല് മുന്നോട്ടേക്കാണ്. exercise class 1 2 3 up